കോഴിക്കോട് ചാലിയം ബീച്ചിൽ തീപിടുത്തം. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നിർദ്ദേശിന്റെ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ഈ എന്തെങ്കിലും നിർമ്മാണങ്ങളോ ഒന്നുമുള്ള സ്ഥലത്തല്ല ഈ തീപിടുത്തം എന്ന് മനസ്സിലാക്കുന്നു. തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ? ഗോകുൽ, ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ആരെങ്കിലും വീടിക്കുറ്റി വലിച്ചെറിഞ്ഞതാവാം ഇതിന് കാരണം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം 2 യൂണിറ്റ് എത്തിക്കൊണ്ടാണ് അവിടെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അതുകൊണ്ടായില്ല. പിന്നീട് മീഞ്ചന്ത ഫയർ സ്റ്റേഷനിൽ നിന്ന് 4 യൂണിറ്റും അതുപോലെ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് 2 യൂണിറ്റും എത്തി. ഇപ്പോൾ ആകെ 6 യൂണിറ്റ് എത്തിക്കൊണ്ടാണ് അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ തീപിടുത്തം ഉണ്ടായിട്ടിപ്പോൾ 3 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെയും പൂർണ്ണമായും അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ചാലിയം ബീച്ച് വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ്. അവിടേക്കാണ് ഇത്തരത്തിലുള്ള അതിന് തൊട്ടടുത്ത ഭാഗത്താണ് ഈ ഒരു വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ കപ്പൽ നിർമ്മാണത്തിനായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള ഒരു സ്ഥലമാണിത്. കപ്പൽ നിർമ്മാണത്തിനായിക്കൊണ്ട് ഏറ്റെടുത്തതാണ് ആ സ്ഥലം. ആ സ്ഥലത്താണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും പുല്ലിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ഈ ബീഡി ഇട്ടതാവാം, ബീഡിക്കുറ്റി വലിച്ചെറിഞ്ഞതാവാം ഇതിന് കാരണം എന്നുള്ള ഒരു സംശയമാണുള്ളത്. നല്ല ശക്തമായിട്ടുള്ള ചൂടുണ്ട്, വെയിലാണ്, അതുപോലെ തന്നെ നേരിയ തോതിലുള്ള കാറ്റുമുണ്ട്. ഇതിനിടയിലാണ് ഈ വ്യാപകമായ രീതിയിലേക്ക് അത് ഇത്തരത്തിലേക്ക് തീപിടുത്തം വ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും അത് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ അവിടെ കാര്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും വ്യാപകമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുല്ലിൻ്റെ ഭാഗമൊക്കെ കത്തി നശിച്ചിരിക്കുന്നത്. ആളപായം തന്നെ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. ശരി, ചാലിയം ബീച്ചിനോട് ചേർന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ്, തരിച്ചു കിടന്ന സ്ഥലത്താണ്. പക്ഷേ അവിടെ പുല്ലും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ട്. വലിയ പ്രദേശം തീ വ്യാപിച്ചിരുന്നു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ്.